ഒൺലി ഫോർ ലവ് എന്ന ഡ്രാമയുടെ 15ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ സല്ലാൻ കമ്പനി സന്ദർശിച്ച ശേഷം പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തിരിച്ചു പോകാമെന്ന് പറഞ്ഞ് ഷിയാൻ മുന്നോട്ട് നടക്കുന്നു. കുറെ ദൂരം പോകാനുണ്ട്, എത്ര ദൂരം നടക്കാൻ പറ്റുമെന്ന് ചോദിച്ച് അവളും പുറകെ ചെല്ലുന്നു. ഒരു നദിയുടെ മുകളിലൂടെയുള്ള പാലത്തിൽ കൂടിയാണ് അവർ പോയത്. അപ്പോഴേക്കും നേരം വൈകിയിരുന്നു. ആ സമയത്ത് അതുവഴി നടക്കാൻ നല്ല സുഖമുള്ളതിനാൽ റിട്ടയർ ആകുമ്പോൾ സ്വസ്ഥമായി വന്ന് താമസിക്കാൻ പറ്റിയ സ്ഥലമാണിതെന്ന് അവൾ പറയുന്നു. കരിയറിൽ അവൾ ഏറ്റവും മികച്ച പെർഫോമൻസിൽ നിൽക്കുന്ന ഈ സമയത്ത് റിട്ടയർമെന്റിനെ കുറിച്ച് ചിന്തിക്കുന്നത് എന്താണെന്ന് അവൻ ചോദിച്ചപ്പോൾ എന്താണെന്നറിയില്ല, നിനക്കൊപ്പം ഇതുവഴി നടക്കുമ്പോൾ അറിയാതെ ഞാൻ ഭാവിയെപ്പറ്റി ചിന്തിച്ചു പോവുകയാണെന്ന് അവൾ പറയുന്നു. ഭാവിയെപ്പറ്റി എന്ത് പ്ലാൻസ് ആണ് അവൾക്കുള്ളത് എന്ന് അവൻ ആകാംക്ഷയോട് ചോദിക്കുന്നുണ്ട്. പക്ഷെ അതിന് എന്ത് മറുപടി നൽകണമെന്നറിയാതെ അവൾ സംശയിച്ച് നിൽക്കുന്നു. അവൾക്ക് തണുക്കുന്നുണ്ടെന്ന് തോന്നിയപ്പോൾ അവൻ കോട്ടൂരിട്ട് കൊടുക്കുന്നു. അങ്ങനെ അവളെ നോക്കി നിന്നപ്പോൾ ക്രിസ്ത്യാനുള്ള ടെൻഡൻസി തോന്നി അവൻ മുന്നോട്ടെടുത്തതാണ്. പക്ഷെ മുമ്പത്തെ ആ സമയത്ത് ഒരു കോൾ വന്ന് തടസ്സപ്പെടുന്നു. വിളിച്ചത് ഷിയയാണ്. നല്ലൊരു ചാൻസ് മിസ്സാക്കിയതിന്റെ കലിപ്പിലാണ് അവൻ ഫോൺ എടുത്തത്. അവന്റെ സംസാരം കേട്ടപ്പോൾ തന്നെ കലിപ്പിലാണെന്ന് മനസ്സിലായി പേടിച്ച് അവൾ ഒന്നും പറയാതെ കോൾ കട്ട് ചെയ്യുന്നു. അങ്കിൾ ഇത്ര ദേഷ്യപ്പെടാൻ കാരണം എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യം ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ തടസ്സപ്പെടുത്തിയത് കൊണ്ടായിരിക്കുമോ, ഗേൾഫ്രണ്ടിനൊപ്പം ആയിരുന്നിരിക്കുമോ എന്നൊക്കെ അവൾ സംശയിക്കുന്നുണ്ട്. ഒരാണിനെ വിളിക്കുമ്പോൾ അവൻ ഇത്രയധികം ദേഷ്യപ്പെടണമെങ്കിൽ ആ സമയത്ത് മറ്റൊരു പെണ്ണിനൊപ്പം ആയിരിക്കുമോ എന്ന സംശയം അവൾ ഞാനോട് ചോദിക്കുന്നു. അങ്ങനെയൊന്നും ആയിരിക്കില്ല, നിന്റെ കുഞ്ഞു തലയിൽ എന്തൊക്കെയാണ് തോന്നുന്നത് എന്ന് പറഞ്ഞ് അവളെ വഴക്ക് പറഞ്ഞിട്ട് ഞാൻ അവളുടെ ബോയ് ഫ്രണ്ടിനെ വിളിക്കുന്നു. ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങാൻ തുടങ്ങിയാണ്. പിക്ക് ചെയ്യാൻ വരുമെന്നറിയാൻ വേണ്ടിയാണ് ഞാൻ വിളിച്ചത്. പക്ഷേ ബോയ് ഫ്രണ്ട് അവൾ പറയുന്നത് മുഴുവൻ കേൾക്കാൻ പോലും നിൽക്കാതെ ബിസിയാണെന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്യുന്നു. ഷിയെ പറഞ്ഞതുപോലെ അവൻ മറ്റേതെങ്കിലും പെണ്ണിനൊപ്പം ആയിരിക്കുമെന്നൊരു സംശയം ഞാൻ എൻ്റെ മനസ്സിൽ തോന്നുന്നുണ്ട്. ഞാൻ പോയി കഴിഞ്ഞപ്പോൾ ഷിയെ യുവിന് മെസ്സേജ് അയക്കാൻ തുടങ്ങുന്നു. സർപ്രൈസ് ഗിഫ്റ്റ് ഇഷ്ടപ്പെട്ടെന്ന് ചോദിച്ചുകൊണ്ടാണ് അവൾ മെസ്സേജ് അയച്ചത്. അവളുടെ അമ്മയുടെ പാട്ടുകളുടെ കുറെ ആൽബങ്ങൾ അവൾ കൊടുത്തയച്ചിരുന്നല്ലോ. അവളാണ് അത് സമ്മാനിച്ചതെന്ന് അവൻ ഇപ്പോഴാണ് ഉറപ്പായത്. പുറത്തുനിന്ന് ഒരാൾക്ക് ഇത് വാങ്ങണമെങ്കിൽ വലിയ വില നൽകേണ്ടി വരും. അതുപോലെ വില നൽകിയാണ് അവൾ അത് വാങ്ങിയതെന്ന് കരുതി ഇത്ര വില കൂടി ഗിഫ്റ്റ് ഒന്നും എനിക്ക് ആവശ്യമില്ല. അടുത്ത തവണ കോളേജിൽ വരുമ്പോൾ ഇത് തിരികെ കൊണ്ടുപോകാൻ അവൻ പറയുന്നു. അത് വില കൊടുത്ത് വാങ്ങിയതല്ല, ഫ്രീ ആണ്. മാത്രമല്ല ഇതൊക്കെ ഒരു സന്തോഷമല്ലേ, കാശ് കൊണ്ട് അതിനെ കണക്കാക്കുന്നത് ശരിയാണോ എന്നൊക്കെ അവൾ ചോദിക്കുന്നുണ്ടെങ്കിലും അവനതൊന്നും അംഗീകരിക്കാതെ തനിക്കതൊന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവൾക്കൊപ്പം ഭക്ഷണം കഴിക്കാൻ ചെല്ലാൻ മുമ്പ് ഒരു തവണ അവൻ പറഞ്ഞത് കാരണം ഇന്ന് അതിന് സമയമുണ്ട് എന്ന് അവൾ ചോദിക്കുന്നു. പക്ഷേ ഇന്ന് തിരക്കാണ്, വരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവൻ ഒഴിഞ്ഞു മാറുന്നു. ഷീ ആദ്യം ഒന്ന് നിരാശയാകുന്നുണ്ടെങ്കിലും പെട്ടെന്ന് അവളുടെ തലയിൽ മറ്റെന്തോ ഐഡിയ തോന്നുന്നുണ്ട്. റൂമിന് മുന്നിലെത്തിയപ്പോൾ ഷീ കോട്ടൂരി അവന് നൽകാൻ തുടങ്ങിയെങ്കിലും അവൻ അതിന് സമ്മതിക്കാതെ അവളെ അടുത്തേക്ക് വിളിച്ചിട്ട് ഭാവി പ്ലാൻസിനെ കുറിച്ച് നേരത്തെ ചോദിച്ചിട്ട് മറുപടി ഇതുവരെ പറഞ്ഞില്ലെന്ന് ഓർമ്മിക്കുന്നു. ആലോചിച്ചിട്ടൊരു മറുപടി നൽകാമെന്ന് പറഞ്ഞ് അവൾ നൈസായി ഒഴിഞ്ഞു മാറി മുറിയിലേക്ക് കയറി വാതിലടയ്ക്കുന്നു. ഒരുമിച്ച് ഡിന്നർ കഴിക്കാനല്ലേ യുവന് സമയമില്ലാത്തത്. അതുകൊണ്ട് ഷീ അവന് വേണ്ടി ഫുഡ് ഓർഡർ ചെയ്ത് അങ്ങോട്ടേക്ക് എത്തിക്കുന്നു. അതേ ഫുഡ് തന്നെ അവളും ഓർഡർ ചെയ്തിരുന്നു. ഇപ്പോൾ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് കഴിക്കുന്ന പോലെ കണക്കാക്കാമല്ലോ എന്ന് പറഞ്ഞ് അവൾ അതിൻ്റെ ഫോട്ടോ എടുത്ത് അവൻ അയച്ചു കൊടുക്കുകയും ചെയ്യുന്നു. അവന്റെ ഗേൾഫ്രണ്ട് അവന് വേണ്ടി ഫുഡ് ഓർഡർ ചെയ്തതാണ് എന്ന് അവിടെ ഉണ്ടായിരുന്നവരൊക്കെ തെറ്റിദ്ധരിക്കുന്നു. അവന്റെ ഫുഡിന്റെ ഒരു ഫോട്ടോ എടുത്ത് അയച്ചു തരുമോ എന്ന് അവൾ റിക്വസ്റ്റ് ചെയ്തപ്പോൾ അവൻ ഫോട്ടോ എടുത്തിട്ട് കൊടുക്കുന്നു. ചില ഐറ്റംസ് അവൻ മുഴുവൻ കഴിച്ചിരിക്കുന്നതും ചിലത് തൊടാതെ വെച്ചിരിക്കുന്നതൊക്കെ കണ്ടപ്പോൾ അവൻ ഇഷ്ടമുള്ളത് ഏതാണെന്ന് ഇഷ്ടമില്ലാത്തത് ഏതാണെന്നൊക്കെ അവൾക്ക് മനസ്സിലാക്കുന്നു. സ്പൈസി ഫുഡ് ഇഷ്ടമല്ല എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഇനി അത് ഓർഡർ ചെയ്യാതെ ശ്രദ്ധിക്കാം എന്ന് അവൾ മെസ്സേജ് അയക്കുന്നുണ്ട്. എനിക്ക് ഫുഡിന്റെ കാര്യത്തിൽ അങ്ങനെ പ്രത്യേകിച്ച് നിർബന്ധങ്ങളൊന്നുമില്ല. വിശക്കുമ്പോൾ എന്തെങ്കിലും കഴിക്കുമെന്നേ ഉള്ളൂ. എനിക്ക് വേണ്ടി ഇനി ഇങ്ങനെ കാശ് ചെലവാക്കരുത്. നീ ആഗ്രഹിക്കുന്ന പോലെ നിനക്കിപ്പോൾ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനും ഒരുമിച്ച് പാട്ട് കേൾക്കാനും ഒക്കെ പറ്റിയ ഒരാളെ കണ്ടെത്തുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞ് അവനൊരു മെസ്സേജ് അയക്കുന്നു. അത് കേട്ടപ്പോൾ അവൾ ശരിക്കും നിരാശയാകുന്നുണ്ടെങ്കിലും അത്ര പെട്ടെന്ന് ഒന്നും പിന്മാറില്ല എന്ന തീരുമാനത്തിലാണ് അവൾ. ഷീ അടുത്ത ദിവസം രാവിലെ ഇന്റർവ്യൂവിന് പോകാൻ റെഡിയായി പുറത്തിറങ്ങിയപ്പോൾ ഷിയാൻ അവളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അവന്റെ കാറിനടുത്തെത്തിയപ്പോഴേക്കും അവൻ പറഞ്ഞതനുസരിച്ച് ഡ്രൈവർ അവർക്ക് കോഫിയുമായി എത്തുന്നു. അവന്റെ വണ്ടിയിൽ തന്നെയാണ് അവളെ ഇന്റർവ്യൂ സ്ഥലത്തേക്ക് കൊണ്ടുപോയതും. അവളെ പിക്കിച്ചാനായി കമ്പനിയുടെ വാതിൽക്ക് തന്നെ ഉണ്ടായിരുന്ന അവിടുത്തെ സിഇഒയുടെ സെക്രട്ടറി അവൾ ഷിയാന്റെ കാറിൽ വന്നിറങ്ങുന്നത് കാണുന്നുണ്ട്. അവന്റെ അസിസ്റ്റന്റ് എന്ന നിലയിലാണല്ലോ തലേദിവസം അവൾ അവിടെ ചെന്നത്. ഇന്റർവ്യൂ ചെയ്യാനായി വന്നിരിക്കുന്ന ജേർണലിസ്റ്റ് ആണെന്ന് പരിചയപ്പെടുത്തിയപ്പോൾ അയാൾ ശരിക്കും ഞെട്ടുന്നു. അവൾ പുറത്തിറങ്ങിയ ശേഷവും വണ്ടി വിട്ടുപോകാതെ ഷിയാൻ വണ്ടിയിൽ തന്നെ അവിടെ വെയിറ്റ് ചെയ്യുന്നു കണ്ടുകൊണ്ടാണ് അയാൾ അവളെ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോയത്. തലേദിവസത്തെ പോലെ ഫാക്ടറി ചുറ്റിക്കാണിക്കാൻ കൊണ്ടുപോകുന്ന കാര്യം പറഞ്ഞെങ്കിലും ഇന്നലെ തന്നെ അതൊക്കെ കണ്ടു കഴിഞ്ഞതാണ് എന്ന് പറഞ്ഞ് അവൾ നേരിട്ട് സിയുടെ അടുത്തേക്ക് പോകണമെന്ന് ആവശ്യപ്പെടുന്നു. സിയെയും അവളെ കണ്ടപ്പോൾ ശരിക്കും ഷോക്കാകുന്നുണ്ട്. തലേദിവസം അവൾ ഷിയാന്റെ ഒപ്പം വന്ന് തന്റെ മോശമുഖം കണ്ടതിൽ അയാൾക്ക് ചമ്മലുണ്ട്. പക്ഷേ ഷിയാൻ അങ്ങനെ അവളെ അവിടെ കൂട്ടിക്കൊണ്ട് വരണമെങ്കിൽ അവർ തമ്മിൽ നല്ല ഫ്രണ്ട്സ് ആയിരിക്കുമല്ലോ. ആ ഫ്രണ്ട്ഷിപ്പിനെ ചൂഷണം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അവൾ തങ്ങൾക്ക് വേണ്ടി ഷിയാനോട് സംസാരിക്കുകയാണെങ്കിൽ അവന്റെ കമ്പനിയെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് പാർട്ണറായി തിരഞ്ഞെടുക്കാൻ തയ്യാറാണ് എന്ന് അയാൾ പറയും. പക്ഷെ അവന്റെ ബിസിനസ് കാര്യങ്ങളുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല, അതൊക്കെ അവന്റെ തീരുമാനമാണ്. അതിനുവേണ്ടി അടുപ്പമൊന്നും ഞങ്ങൾക്ക് തമ്മിലില്ല എന്ന് പറഞ്ഞ് അവൾ ഒഴിഞ്ഞു മറന്നു. അതിനുശേഷമാണ് ഇന്റർവ്യൂ തുടങ്ങിയത്. പതിവ് പോലെ അയാൾ തന്റെ നേട്ടങ്ങളെക്കുറിച്ചൊക്കെ പറയാൻ തുടങ്ങിയെങ്കിലും അതൊക്കെ പല ഇന്റർവ്യൂകളിലും വായിച്ചിട്ടുള്ളതാണെന്ന് പറഞ്ഞ അവൾ ബാറ്ററിയുടെ ഇപ്പോഴത്തെ കണ്ടീഷനെ കുറിച്ചും അതുവഴി ഉണ്ടായ അപകടങ്ങളെക്കുറിച്ചും ഒക്കെയുള്ള റിപ്പോർട്ടാണ് കൂടുതലും ചോദിച്ചത്. ആദ്യമൊന്നും അതിന് മറുപടി നൽകാൻ പോലും അയാൾ തയ്യാറാകുന്നില്ല. പിന്നീട് നിവൃത്തിയില്ലാതെ അയാൾക്ക് അവളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകേണ്ടി വന്നെങ്കിലും ഒന്നും ബാറ്ററിയുടെ പ്രശ്നമല്ലാത്ത രീതിയിലാണ് അയാൾ സംസാരിച്ചത്. ഇന്റർവ്യൂ കഴിഞ്ഞപ്പോൾ തന്റെ കമ്പനിയെക്കുറിച്ച് മോശമായിട്ടൊന്നും ഇന്റർവ്യൂവിൽ സൂചിപ്പിക്കരുത്. ഇതുപോലെ ഒരു കമ്പനി ഉണ്ടാക്കിയെടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഒന്നോ രണ്ടോ വാക്കുകൾ കൊണ്ട് സൽപ്പേര് നശിപ്പിക്കാൻ കഴിഞ്ഞേക്കും. അത് ഇടയാക്കരുതെന്നൊക്കെ അയാൾ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കമ്പനിയുടെ പേര് നശിക്കരുതെന്ന് അയാൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ബാറ്ററിക്ക് ഇപ്പോഴുള്ള പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ പരിഹരിച്ച് ടെക്നോളജി കൂടുതൽ മെച്ചപ്പെടുത്തി മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. ഇന്റർവ്യൂവിൽ കമ്പനിയുടെ നല്ല കാര്യങ്ങളൊക്കെ ഉറപ്പായി സൂചിപ്പിക്കും. പക്ഷേ മോശം കാര്യങ്ങളെക്കുറിച്ച് പറയേണ്ടത് എന്റെ കടമയാണ്, അത് ഞാൻ ചെയ്യുക തന്നെ ചെയ്യും എന്നവൾ പറയുന്നു. ഇന്റർവ്യൂ നടക്കുന്ന സമയം മുഴുവൻ ഷിയാൻ അവളെ വെയിറ്റ് ചെയ്ത് പുറത്ത് കാറിൽ തന്നെ ഇരിപ്പുണ്ട് എന്ന് അയാളുടെ സെക്രട്ടറി അയാളെ അറിയിച്ചിരുന്നു. അത് സൂചിപ്പിച്ചിട്ട് തന്റെ കമ്പനിക്ക് വേണ്ടി ഷിയാനോടൊന്ന് റിക്വസ്റ്റ് ചെയ്യുമോ എന്നും അയാൾ അവസാനം ചോദിക്കുന്നുണ്ട്. ഷിയാൻ അപ്പോഴും തനിക്ക് വേണ്ടി പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് കേട്ടപ്പോൾ അവൾ അത്ഭുതപ്പെടുന്നു. പക്ഷേ അത് മുതലെടുത്ത് റെക്കമെൻഡ് ചെയ്യാൻ തയ്യാറില്ല, തീർത്ത് പറഞ്ഞിട്ടാണ് അവൾ അവിടെ നിന്ന് പോയത്. അവൾ താഴെ എത്തിയപ്പോഴേക്കും അയാളുടെ സെക്രട്ടറി അവൾക്ക് കുറെ ഗിഫ്റ്റുമായി പുറകെ ചെല്ലുന്നു. നിർബന്ധിച്ച് അയാൾ അത് അവളെ ഏൽപ്പിക്കാൻ ശ്രമിക്കുന്നു. അവൾ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചിട്ടൊന്നും അയാൾ വിടുന്ന മട്ടില്ല. അത് കണ്ടുകൊണ്ട് ഷിയാൻ പുറത്തേക്ക് ഇറങ്ങി ചെന്ന് അവളെ കൂട്ടിക്കൊണ്ടു പോകുന്നു. അവർ വണ്ടിയുടെ അടുത്തേക്ക് നടക്കുമ്പോഴാണ് അവളുടെ അമ്മ വിളിച്ചിട്ട് നീ യുവിനൊപ്പം പുറത്തു പോകുന്നൊക്കെ ഉണ്ടോ, എത്രയും പെട്ടെന്ന് നിങ്ങളുടെ റിലേഷൻ സ്ട്രോങ് ആക്കണമെന്നൊക്കെ പറഞ്ഞത്. അവൻ ഇതൊക്കെ കേൾക്കുന്നത് കാരണം അവൾ പെട്ടെന്ന് ഫോൺ വെക്കുന്നുണ്ട്. പക്ഷെ അവന്റെ സംസാരത്തിൽ നിന്ന് അവൻ അതെല്ലാം കേട്ടു എന്ന് അവൾക്ക് മനസ്സിലാക്കുന്നു. തൽക്കാലം അതിനെക്കുറിച്ച് കൂടുതൽ ചോദിക്കാതെ അവൻ വണ്ടിയിൽ കയറുന്നുണ്ട്. അന്ന്
ഷിയ കോളേജിൽ പോയിരുന്നു. ക്ലാസ് കഴിഞ്ഞപ്പോൾ ഒരുമിച്ച് ലഞ്ച് കഴിക്കാൻ പറ്റുമെന്ന് ചോദിച്ച് അവൾ യുവിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. അവൻ അവളെ സ്റ്റാഫ് റൂമിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. ഒരുമിച്ച് ഫുഡ് കഴിക്കാമായിരിക്കുമെന്ന് കരുതി സന്തോഷത്തോടെയാണ് അവൾ കൂടെ ചെന്നത്. പക്ഷേ അവൾ ഗിഫ്റ്റായി നൽകിയ പാട്ടിന്റെ ആൽബങ്ങൾ തിരികെ നൽകാനായിരുന്നു അവൻ അവളെ കൂട്ടിക്കൊണ്ട് പോയത്. ശരിക്കും എനിക്കിത് ഫ്രീ ആയി കിട്ടിയതാണ്. കുറച്ചുനാൾ കഴിയുമ്പോൾ അത് മനസ്സിലാക്കും. പിന്നെ നിർബന്ധമാണെങ്കിൽ ഞാൻ തിരികെ കൊണ്ടുപോയി കൊള്ളാമെന്ന് പറഞ്ഞ് വിഷമത്തോടെയാണ് അവളത് വാങ്ങിയത്. എന്നോട് ഇഷ്ടമുള്ളത് കൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ പുറകെ നടക്കുന്നത് എനിക്കറിയാം. പക്ഷെ നമ്മൾ തമ്മിൽ ശരിയാകില്ല. നിനക്കിതൊക്കെ ഒരു കുട്ടികളിയായിട്ടായിരിക്കും ഫീൽ ചെയ്യുന്നത്. പക്ഷെ എനിക്ക് അതിനുള്ള പ്രായമല്ല എന്ന് പറഞ്ഞ് അവൻ അവൾക്ക് സ്ട്രിക്റ്റ് ആയിട്ടൊരു വാണി നൽകുന്നു. എനിക്ക് പ്രായം കുറച്ച് കുറവാണെന്നുള്ളത് ശരിയാണ്. പക്ഷേ ഞാൻ കൊച്ചുകുട്ടിയൊന്നുമല്ല. നമുക്ക് പരസ്പരം കൂടുതൽ അറിയില്ല എന്ന് പറഞ്ഞത് ശരിയാണ്. പക്ഷേ ഒരു റിലേഷൻ തുടങ്ങുന്നതിന് മുമ്പ് അതിന്റെ റിസൾട്ട് എന്താകുമെന്ന് ചിന്തിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. പരസ്പരം മനസ്സിലാക്കി നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് ട്രൈ ചെയ്യുന്നതിൽ എന്താണ് കുഴപ്പം? എനിക്ക് അതിനൊരു ചാൻസ് നൽകിക്കൂടെ എന്നൊക്കെ അവൾ ചോദിക്കുന്നു. അവൾ അങ്ങനെ പക്വതയോടെ സംസാരിക്കുന്നത് കേട്ടപ്പോൾ ഇത്രയും നാൾ ഇല്ലാത്തതുപോലെ എന്തോ എന്ന് അവന്റെ മനസ്സിൽ പെട്ടെന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. തനിക്ക് എന്താണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു തോന്നൽ എന്ന് അവൻ പോലും അത്ഭുതപ്പെടുന്നു. അവൾക്കെന്ത് മറുപടി നൽകണമെന്ന് പോലും അറിയാതെ അവൻ നിന്നു പോകുന്നു. ആ സമയത്ത് ഒരു കോൾ വരുന്നതിനല്ല അത് അറ്റൻഡ് ചെയ്യുന്ന രീതിയിൽ അവൻ പെട്ടെന്ന് അവളുടെ മുന്നിൽ നിന്ന് മാറി നിൽക്കുന്നു. പക്ഷേ കോൾ അറ്റൻഡ് ചെയ്യാതെ അവൻ അവിടെ മറിഞ്ഞു നിന്നതേ ഉള്ളൂ. അവൻ മറുപടിയും നൽകാതെ അങ്ങനെ പോയത് കാരണം അവന്റെ മൗനം സമ്മതമായി കണക്കാക്കി ശരിക്കും അവനെ അടുത്തറിയാനായി ശ്രമങ്ങൾ തുടങ്ങാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ടാണ് അവൾ പോയത്. ബിസിനസ് ട്രിപ്പ് കഴിഞ്ഞ് തിരിച്ചെത്തിയ ശേഷം ഷിയാൻ ഗുവാൻജിയെയും യുവിനെയും ഓഫീസിലേക്ക് വിളിപ്പിച്ചിട്ട് യാത്രയിൽ നിന്ന് മനസ്സിലായ കാര്യങ്ങൾ അവരുമായി ചർച്ച ചെയ്യുന്നു. ആ കമ്പനിയിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത് ശരിയല്ല എന്ന് അവർക്കും ബോധ്യപ്പെടുന്നു. പക്ഷേ സീനിയർ അങ്കിൾമാരെ എങ്ങനെ ഇക്കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തുമെന്ന് ഗുവാൻജി അപ്പോൾ സംശയം ചോദിക്കുന്നുണ്ട്. അവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ സമയം കളയാതെ ഇതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു ഓപ്ഷൻ കണ്ടെത്തി അവർക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നതാണ് നല്ലതെന്ന് ഷിയാൻ സാധിച്ചപ്പോൾ രണ്ടുപേരും സമ്മതിക്കുന്നു. ഷീ തിരിച്ചെത്തിയ ശേഷം ഇന്റർവ്യൂവിന്റെ റിപ്പോർട്ട് തയ്യാറാക്കുന്ന തിരക്കിലായിരുന്നു. അന്ന് തന്നെ അവൾ റിപ്പോർട്ട് റെഡിയാക്കി ചീഫിന് നൽകുന്നുണ്ട്. ചീഫ് അത് വായിച്ച ശേഷം അവളെ ഓഫീസിലേക്ക് വിളിപ്പിച്ച് ഇത്ര രൂക്ഷമായ വിമർശനങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഇന്റർവ്യൂ പബ്ലിഷ് ചെയ്യണമെന്ന് സംശയം ചോദിക്കുന്നുണ്ട്. അവർക്ക് മുകളിലുള്ള ചീഫ് എഡിറ്ററും അതേ കാര്യം തന്നെ പറഞ്ഞ് വിളിച്ച് സംസാരിക്കുന്നു. അതുകൊണ്ട് ഇന്റർവ്യൂ മാറ്റി എഴുതാൻ ചീഫ് അവളോട് പറയും. പക്ഷേ ഇവിടെ ജോലിക്ക് കയറിയ സമയത്ത് തന്നെ ഇന്റർവ്യൂകളിൽ സത്യസന്ധത കാണിക്കണം, വായനക്കാരോടും സമൂഹത്തോടും ഒക്കെയുള്ള കടമയായിരിക്കണം അതിലൂടെ പൂർത്തിയാക്കേണ്ടതെന്നൊക്കെ ചീഫ് തന്നെ പറഞ്ഞിട്ടുള്ളതല്ലേ. അതൊന്നും മറന്നിട്ട് എനിക്ക് ഇന്റർവ്യൂ മാറ്റി എഴുതാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇത് പബ്ലിഷ് ചെയ്യണമെന്ന് അവൾ നിർബന്ധം പിടിക്കുന്നു. ആദ്യം എതിർപ്പ് പറഞ്ഞെങ്കിലും അവൾ പറഞ്ഞതുപോലെയുള്ള മൂല്യങ്ങളൊക്കെ ചീഫിനും ഉള്ളതുകൊണ്ട് അത് പബ്ലിഷ് ചെയ്യാമെന്ന് തന്നെ ചീഫ് സമ്മതിക്കുന്നുണ്ട്. ഇന്റർവ്യൂവിനോട് കണക്ട് ചെയ്ത് ഷിയാന്റെ കമ്പനിയിലെ ചില ഡിപ്പാർട്ട്മെന്റിലെ മാനേജർമാരുടെ ഇന്റർവ്യൂ കൂടി അവൾക്ക് ആവശ്യമുണ്ടായിരുന്നു. അതിനുവേണ്ടി അവൾ അപ്പോൾ തന്നെ അവന്റെ കമ്പനിയിലേക്ക് പോകുന്നു. അവൾക്ക് മീറ്റ് ചെയ്യേണ്ടിയിരുന്ന അവന്റെ വളരെ ജൂനിയർ ആയിട്ടുള്ള ഒരു മാനേജർ ആയതുകൊണ്ട് അവൾ അവനെ ശല്യപ്പെടുത്താതെ നേരിട്ട് അയാളെ കാണാനാണ് ശ്രമിച്ചത്. അയാളുമായി നേരത്തെ തന്നെ മീറ്റിംഗ് ടൈം അറേഞ്ച് ചെയ്തിരുന്നതിനാൽ അവൾ റിസപ്ഷനിലെത്തി വിവരം പറയുന്നു. റിസപ്ഷനിൽ നിന്ന് അയാളുടെ ഡിപ്പാർട്ട്മെന്റിലേക്ക് വിളിച്ചപ്പോൾ ഫോൺ എടുത്ത അയാളുടെ സെക്രട്ടറിയായ ലീലാനാണ്. അതായത് ഷിയുടെ എക്സിന്റെ ഇപ്പോഴത്തെ ഗേൾഫ്രണ്ട്. ഷിയുടെ പേര് കേട്ടപ്പോൾ തന്നെ അവൾക്ക് ആളെ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് മനഃപൂർവ്വം അവൾക്ക് പണി കൊടുക്കാൻ വേണ്ടി മാനേജർ ക്വിൻ ഇപ്പോൾ ഒരു അർജന്റ് മീറ്റിംഗിലാണ്. അത് കഴിയുമ്പോൾ അകത്തേക്ക് വിളിപ്പിച്ചോളാം, അതുവരെ ഷിയുടെ അവിടെ തന്നെ വെയിറ്റ് ചെയ്യാൻ പറയാൻ ലീലാൻ പറയുന്നു. അങ്ങനെ ഷുയി റിസപ്ഷൻ അടുത്തുള്ള വെയിറ്റിംഗ് ഏരിയയിൽ വെയിറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. അവൾക്ക് അവർ ഒരു കോഫി നൽകുന്നുണ്ട്. അവിടെ ഇരുന്നുകൊണ്ട് അവൾ ലാപ്ടോപ്പിൽ എന്തൊക്കെ ജോലി ചെയ്യാൻ തുടങ്ങുന്നു. കോഫിയുടെ എണ്ണം 1 നിന്ന് 3 കഴിഞ്ഞിട്ടും ഇതുവരെ അവളെ അകത്തേക്ക് വിളിപ്പിച്ചിട്ടില്ല. ഷുയി ക്ഷമയോടെ അപ്പോഴും അവിടെ ഇരിക്കുകയാണ്. ആ സമയത്താണ് അതുവഴി പാസ് ചെയ്ത ഷിയാന്റെ അസിസ്റ്റന്റ് ഷൻ അവളെ കണ്ടത്. അവൻ അവളുടെ അടുത്തേക്ക് ചെന്ന് വിവരം തിരക്കുന്നു. മാനേജർ കിന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എന്ന് മാത്രമേ അവൾ പറഞ്ഞുള്ളൂ. പക്ഷെ അവൾക്ക് മുന്നിലിരിക്കുന്ന ഒഴിഞ്ഞ കോഫി കപ്പുകൾ കണ്ടപ്പോൾ തന്നെ അവൾ അവിടെ വന്നിരിക്കാൻ തുടങ്ങിയിട്ട് കുറേ സമയമായി എന്ന് അവൻ മനസ്സിലാക്കുന്നു. അവിടെ നിന്ന് തിരികെ പോകുന്ന സമയത്ത് അവൻ അതിനെക്കുറിച്ച് റിസപ്ഷനിൽ അന്വേഷിച്ചിട്ടാണ് പോയത്. അവൻ ചെന്ന് ഷിയാനോട് അതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. ഷിയാൻ അപ്പോൾ തന്നെ മാനേജറെ വിളിച്ച് നല്ലത് കൊടുക്കുന്നു. ഒട്ടും താമസിക്കാതെ അയാൾ നേരിട്ട് ചെന്ന് ഷിയോട് ക്ഷമ പറഞ്ഞ് അവളെ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നു. അയാളുടെ ഓഫീസിനുള്ളിൽ ചെന്നപ്പോൾ ലീലാനെ ഷീ കാണുന്നുണ്ട്. അവൾ ഷിയാന്റെ നീസാണ് എന്ന് തന്നെയാണല്ലോ ഇപ്പോഴും അവളുടെ വിചാരം. ഷിയാൻ അവളെ ഇവിടെ ആയിരിക്കണം ജോലിക്ക് അസൈൻ ചെയ്തിരിക്കുന്നതെന്ന് ഷീ വിചാരിക്കുന്നു. മാനേജർ നേരിട്ട് ഇറങ്ങിപ്പോയി ബഹുമാനത്തോടെ അവളെ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നത് ലീലാനും കാണുന്നു. അദ്ദേഹം അങ്ങനെ പെരുമാറുന്നതിന്റെ കാരണം എന്താണെന്ന് അവൾക്ക് മനസ്സിലാക്കുന്നില്ല. ഷുയിക്ക് വേണ്ടതൊക്കെ നൽകി അവളെ പറഞ്ഞയച്ചു കഴിഞ്ഞപ്പോൾ മാനേജർ ലീലാനെ അകത്തേക്ക് വിളിപ്പിക്കുന്നു. തന്നോടൊരു വാക്ക് പോലും ചോദിക്കാതെ അറേഞ്ച് ചെയ്തിരുന്ന ഇന്റർവ്യൂ ടൈം മാറ്റി അവളെ അത്രയും സമയം അവിടെ വെയിറ്റ് ചെയ്യിപ്പിച്ചത് എന്തിനാണെന്ന് ചോദിച്ച് അയാൾ അവളെ വഴക്ക് പറയുന്നു. ഒരു ബാങ്കുമായിട്ടുള്ള അയാളുടെ മീറ്റിംഗ് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് കരുതി ഈ സമയത്തേക്ക് മാറ്റി അറേഞ്ച് ചെയ്തതാണ്. ഒരു ജേർണലിസ്റ്റിന് എത്ര സമയം വേണമെങ്കിലും വെയിറ്റ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടില്ലല്ലോ. ഇതാണ് വളരെ പ്രധാനമെന്ന് ഞാൻ കരുതിപ്പോയി എന്നൊക്കെ അവൾ എക്സ്ക്യൂസ് പറയുന്നുണ്ട്. പ്രധാനപ്പെട്ടത് ഏതാണെന്നൊക്കെ തീരുമാനിക്കാൻ ആരാണ് അവൾക്ക് അധികാരം നൽകിയത്? ഇനി മുതൽ ഇങ്ങനെ സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ അന്ന് തന്നെ അവളെ നിന്ന് പോകേണ്ടി വരും എന്ന് പറഞ്ഞ് അയാൾ അവളെ ശരിക്കും ശകാരിക്കുന്നു. ഷുയിക്ക് വേണ്ടി അയാൾ ഇത്രയൊക്കെ പറയാൻ മാത്രം എന്ത് പ്രാധാന്യമാണ് അവൾക്കുള്ളത് എന്ന് ഇപ്പോഴും ലീലാനെ മനസ്സിലാക്കുന്നില്ല. ഷുയി തിരികെ പോകാനായി ലിഫ്റ്റിനടുത്തെത്തിയപ്പോൾ ഷിയാനെ ലിഫ്റ്റിൽ വെച്ച് കാണുന്നു. തീരെ പ്രതീക്ഷിക്കാതെ അവനെ കണ്ടതിന്റെ ത്രില്ലിൽ അകത്ത് കയറി കഴിഞ്ഞപ്പോഴും ഏത് ഫ്ലോറിലേക്കാണ് പോകേണ്ടത് എന്ന ബട്ടൺ പ്രസ് ചെയ്യാൻ അവൾ മറന്നു പോകുന്നു. ലിഫ്റ്റ് മുകളിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത് എന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അവൾ ശ്രദ്ധിച്ചത്. അപ്പോഴേക്കും അവന്റെ ഓഫീസിന് മുന്നിലെ ഫ്ലോറിലെത്തിയിരുന്നു. അവളുടെ കയ്യിൽ പിടിച്ച് അവളെയും കൂട്ടിക്കൊണ്ടാണ് അവൻ പുറത്തേക്ക് ഇറങ്ങിയത്. അവൻ അങ്ങനെ ഒരു പെണ്ണിന്റെ കൈയും പിടിച്ചുകൊണ്ട് ഓഫീസിലേക്ക് കയറി വരുന്നത് കാരണം ഓഫീസിലുണ്ടായിരുന്ന സ്റ്റാഫൊക്കെ അവളെ പ്രത്യേകം ശ്രദ്ധിക്കുന്നു. ആദ്യമായിട്ടാണ് അവൻ ഇങ്ങനെ ആരെങ്കിലും ഇവിടേക്ക് കൂട്ടിക്കൊണ്ട് വരുന്നത്. അതുകൊണ്ട് അത് ആരാണെന്ന് അറിയാൻ അവിടെ ഇരുന്നവർക്കെല്ലാം ശരിക്കും ആകാംക്ഷ തോന്നുന്നുണ്ട്. ഓഫീസിനുള്ളിൽ കയറി കഴിഞ്ഞപ്പോൾ അവൻ അവളുടെ കയ്യിലെ പിടിവിട്ടിട്ട് ഒന്നും പറയാതെ അവന്റെ സീറ്റിൽ പോയിരുന്ന് ജോലി ചെയ്യാൻ തുടങ്ങുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ ഒന്ന് സംശയിച്ച് നിൽക്കുന്നുണ്ടെങ്കിലും അവിടെയുള്ള സോഫയിൽ ചെന്നിരിക്കുന്നു. അപ്പോഴേക്കും ഒരു സ്റ്റാഫ് അവൾക്ക് കുടിക്കാൻ ലെമണും ഹണിയും ഒക്കെ ചേർന്ന ഒരു ഡ്രിങ്ക് കൊണ്ട് കൊടുക്കുന്നുണ്ട്. തുടരെ കോഫി കുടിച്ചതിന്റെ ഒരു ഹാങ് ഓവർ അത് കുടിച്ചപ്പോൾ അവൾക്ക് കുറയുന്നു. ഷിയാൻ അവൾ അവിടെ ഇരിക്കുന്നത് ശ്രദ്ധിക്കാതെ ജോലിയിൽ മുഴുകിയിരിക്കുകയാണ്. അവന്റെ ജോലി കഴിയുന്നവരെ വെയിറ്റ് ചെയ്ത് അവളും അവിടെ തന്നെ ഇരുന്ന് ലാപ്ടോപ്പിൽ എന്തൊക്കെയോ ചെയ്യുന്നു. അവൻ പരിസരം പോലും മറന്നിട്ട് ജോലി ചെയ്യുന്നത് കണ്ട് അവനും കൂടി ഒരു ഡ്രിങ്ക് കൊണ്ട് കൊടുക്കാമെന്ന് കരുതി അവൾ ശബ്ദമുണ്ടാക്കാതെ പുറത്തേക്കണമെങ്കിൽ ഷെന്നോട് തനിക്ക് തന്നതുപോലെയുള്ള ഒരു ഡ്രിങ്ക് അവനും കൂടി റെഡിയാക്കാൻ പറയുന്നു. അങ്ങനെ ഒരു ഡ്രിങ്ക് അവിടെ ഉണ്ടാക്കാറില്ല. അവൾ താഴെ ഇരുന്ന് കുറെ കോഫി കുടിച്ച വിവരം ഷിയാനോട് സൂചിപ്പിച്ചപ്പോൾ അതിന്റെ ഹാങ് ഓവർ മാറ്റുന്നതിന് വേണ്ടി അവൾക്ക് വേണ്ടി അവൻ പ്രത്യേകം പുറത്തുനിന്ന് വരുത്തി റെഡിയാക്കിയതാണെന്ന് ഷെൻ അവളെ അറിയിക്കുന്നു.
മാത്രമല്ല മാനേജർ കിന്നെയും അവൻ നേരിട്ട് വിളിച്ചിരുന്നു എന്നും ഷെൻ അവളെ അറിയിക്കുന്നു. അവൻ തന്റെ കാര്യത്തിൽ ഒരുപാട് കെയർ ചെയ്യുന്നുണ്ടെന്ന് ഷൂയിക്ക് മനസ്സിലാകുന്നു. ഹണിയില്ലെങ്കിലും ലെമൺ മാത്രമായിട്ട് ചെറിയ ചൂടുവെള്ളം അവൻ കുടിക്കാനായി റെഡിയാക്കിയിട്ട് അവൾ അതുമായി അകത്തേക്ക് പോകുന്നു. ഈ സമയത്ത് പുറത്തേക്ക് ഇറങ്ങി വന്ന ഷിയാന്റെ ദേഹത്ത് അവൾ അവതലിടിച്ച് കുറച്ച് വെള്ളം അവന്റെ ഡ്രസ്സിലൊക്കെ വീഴുന്നു. ജോലിയിൽ മുഴുകിയിരിക്കുന്ന ഷിയാൻ അവൾ പുറത്തേക്ക് പോയത് അറിഞ്ഞിരുന്നില്ല. എപ്പോഴോ തലയുയർത്തി നോക്കിയപ്പോൾ അവളെ അവിടെ കാണാത്തത് കാരണം അവൻ ധൃതിയിൽ പുറത്തേക്ക് ഇറങ്ങി വന്നതാണ്. ആ സമയത്താണ് തമ്മിൽ കൂട്ടിയിടിച്ചത്. അവളെ നോക്കി ഇറങ്ങിയതാണ് എന്ന് പറയാതെ ഒരു കോഫി കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് എന്നാണ് അവൻ പറഞ്ഞത്. കോഫിക്ക് പകരം ഇത് കുടിക്കാൻ പറഞ്ഞ അവൾ കയ്യിലിരുന്ന ഡ്രിങ്ക് നൽകുന്നു. കുറച്ച് സമയത്ത് ജോലി കൂടി ബാക്കിയുണ്ട്, അത് കഴിയുന്നവരെ വെയിറ്റ് ചെയ്യാമോ എന്ന് ചോദിച്ചപ്പോൾ അവൾ സമ്മതിക്കുന്നുണ്ട്. അവൻ ഭക്ഷണം കഴിക്കുന്നതിനെ കുറിച്ചൊന്നും ചിന്തിക്കാതെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിനാൽ അവൾ വിശപ്പടക്കി അവിടെ ഇരുന്നതാണ്. പക്ഷെ അവന് കാര്യം മനസ്സിലാകുന്നതിനാൽ ഭക്ഷണം കഴിക്കാൻ പോകാമെന്ന് അവൻ അങ്ങോട്ട് പറയുന്നു. അവൾക്ക് ഇഷ്ടമുള്ള സ്ഥലം ചൂസ് ചെയ്തോളാൻ പറയുന്നതിനാൽ അവൾക്ക് ഇഷ്ടമുള്ള ഒരു ഹോട്ട് പോട്ട് റെസ്റ്റോറൻറ്റിലേക്കാണ് അവൾ അവനെ കൂട്ടിക്കൊണ്ടുപോയത്. ശരിക്കും അവന് ഹോട്ട് പോട്ട് ഇഷ്ടമേ അല്ല. അതുകൊണ്ട് അതിന്റെ വാതിൽക്കൽ ചെന്നപ്പോൾ തന്നെ അവനൊന്ന് സംശയിച്ച് നിൽക്കുന്നുണ്ട്. പക്ഷെ അവൾ നിർബന്ധിച്ചപ്പോൾ അകത്തേക്ക് ചെല്ലുന്നു. അവന്റെ റേഞ്ചിന് പറ്റിയ സ്ഥലമല്ലാത്തതിനാൽ ടേബിളിനടുത്ത് ചെന്നപ്പോൾ ഇരിക്കാതെ അവൻ സംശയിച്ച് നിന്നതേ ഉള്ളൂ. അവൾ അവിടെയുള്ള ഒരു ടിഷ്യൂ കൊണ്ട് സീറ്റൊക്കെ തുടച്ചു കൊടുത്തിട്ട് അവിടെ ഇരുന്നോളാൻ പറയുന്നു. അവൾ മെനു നോക്കുന്ന സമയത്ത് അവൻ ടിഷ്യൂ എടുത്ത് ടേബിളിൽ പൊടിയുണ്ടോ തുടച്ചു നോക്കുന്ന കണ്ട് അവൾക്ക് ചിരി വരുന്നു. മെനുവിൽ നോക്കി അവൾ ഇഷ്ടപ്പെട്ടതൊക്കെ ടിക്ക് ചെയ്യുന്ന കൂട്ടത്തിൽ അവനത് കഴിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. താറാവിന്റെ കുടൽ, തലച്ചോറ്, ബ്ലഡ് എന്ന് വേണ്ട നമുക്ക് കഴിക്കാൻ അറപ്പ് തോന്നുന്ന സകല സാധനങ്ങളും അവൾ ഫേവറേറ്റ് ആണെന്ന് പറഞ്ഞ് ഓർഡർ ചെയ്യുന്നുണ്ട്. അവനതൊന്നും ഇഷ്ടമല്ലെങ്കിലും കഴിക്കുമെന്ന് പറയുന്നു. തൻ്റെ അതേ ടേസ്റ്റുള്ള ഒരാളെ കണ്ടെത്താൻ കഴിയുന്നതിൻ്റെ സന്തോഷത്തിലാണ് അവൾ. അവൻ്റെ കോട്ടിൽ അഴുക്ക് പറ്റേണ്ടെന്ന് കരുതി ഏപ്രൺ കൂടി അവൾ ഓർഡർ ചെയ്യുന്നുണ്ട്. അവൾ തന്നെ സൈഡ് ഡിഷായി ഒരു സോസേജ് റെഡിയാക്കി കൊണ്ടുവരുന്നു. അവനത് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ തുടങ്ങുമ്പോഴാണ് ഷിയെ അവൻ്റെ ഫോണിലേക്ക് വിളിച്ച് വെപ്രാളപ്പെട്ട് കരഞ്ഞ് സംസാരിച്ചത്. അവൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മടങ്ങാൻ തുടങ്ങുന്ന സമയത്ത് ഒരു ചെറിയ ആക്സിഡന്റ് ഉണ്ടായിരിക്കുകയാണ്. അച്ഛനും അമ്മയും സ്ഥലത്തില്ലാത്തതിനാൽ സഹായത്തിന് വിളിക്കാൻ പറ്റാനുമില്ല. അവൻ അത്യാവശ്യമായി അവിടെ ചെല്ലണമെന്ന് ആവശ്യപ്പെട്ടാണ് അവൾ വിളിക്കുന്നത്. വെപ്രാളപ്പെടാതെ സംഭവിച്ചത് എന്താണെന്ന് പറയാൻ അവൻ ആവശ്യപ്പെടുന്നു. വണ്ടി പാർക്ക് ചെയ്തിട്ട് അതിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങുന്ന സമയത്താണ് പുറകിൽ ഒരാൾ വീണ് കിടക്കുന്ന അവൾ ശ്രദ്ധിച്ചത്. പാർക്കിങ്ങിന്റെ ടൈമിൽ ആരും പുറകിൽ ഇല്ലായിരുന്നു എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നതാണ്. അവളുടെ വണ്ടി ഇടിച്ചതാണ് എന്നാണ് അയാൾ പറയുന്നത്. പോലീസിനെ വിളിക്കാൻ തുടങ്ങിയിട്ട് അതിന് സമ്മതിക്കുന്നില്ല. കാലൊടിഞ്ഞിരിക്കുകയാണ്, നഷ്ടപരിഹാരം നൽകണം എന്നാണ് അയാളുടെ ആവശ്യം. അവൾ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അയാൾ അവിടെ കിടന്നുകൊണ്ട് ബഹളം വയ്ക്കുന്നുണ്ട്. ഞാൻ ഉടനെ തന്നെ അവിടെ എത്താം എന്ന് പറഞ്ഞ് അവളെ സമാധാനിപ്പിച്ച് ഫോൺ വെച്ചിട്ട് അവൻ പോകാൻ എഴുന്നേൽക്കുന്നു. ഭക്ഷണം കഴിച്ച് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവൻ പോകാൻ എഴുന്നേൽക്കുന്നത് കണ്ട് അവൾ വിവരം തിരക്കുന്നു. വിളിച്ചത് നീസാണ്, അവളെ ആരോ കബളിപ്പിച്ചിരിക്കുകയാണ്, അത്യാവശ്യമായി അവിടെ വരെ പോകണം എന്നവൻ പറയുന്നു. എന്താണ് സംഭവിച്ചതെന്നൊന്നും വിശദമായി പറയുന്നില്ല. തന്നെ തനിച്ചിരുത്തിട്ട് നീസിന്റെ അടുത്തേക്ക് പോകാൻ അവൾ സമ്മതിക്കുമോ? ഒറ്റയ്ക്ക് ഇരിക്കുന്നതിനെ കുറിച്ച് കുറെ സെന്റി ഡയലോഗുകൾ അടിച്ച് അവൾ ഒരു തകർപ്പൻ പെർഫോമൻസ് തന്നെ നടത്തുന്നുണ്ട്. അഭിനയമാണെന്ന് മനസ്സിലാക്കുന്നുണ്ടെങ്കിലും അവളുടെ ക്യൂട്ട്നെസ് കാരണം അവനത് ശരിക്കും എൻജോയ് ചെയ്യുന്നു. മാത്രമല്ല പോകാനുള്ള തീരുമാനം മാറ്റി തിരികെ അവിടെ ഇരിക്കുകയും ചെയ്യുന്നു. വിവരം പറഞ്ഞ് അവൻ അപ്പോൾ തന്നെ ഷെന്നിന് മെസ്സേജ് അയച്ചിട്ട് സംഭവ സ്ഥലത്തേക്ക് പോകാൻ പറയുന്നു. അവൻ പോകുന്നില്ല എന്നറിഞ്ഞപ്പോൾ അവൾക്ക് ശരിക്കും സന്തോഷമാകുന്നുണ്ട്. അവിടെ തട്ടിപ്പ് നടത്താൻ ശ്രമിച്ച ആളേക്കാൾ വലിയ അഭിനയമല്ലേ നീ ഇവിടെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്, അത് മിസ്സാക്കുന്നത് എങ്ങനെയാണെന്ന് അവൻ ചോദിച്ചപ്പോൾ ഷുയി ആകെ ചമ്മുന്നുണ്ട്. അപകടം നടന്ന സ്ഥലത്ത് ഇതിനകം കുറേ ആൾക്കാർ കൂടിയിരുന്നു. തൻ്റെ ഭാഗത്തൊരു കുഴപ്പവുമില്ല, വളരെ ശ്രദ്ധിച്ചാണ് ഞാൻ വണ്ടി പാർക്ക് ചെയ്തത് എന്നൊക്കെ ഷിയെ പറയുന്നുണ്ടെങ്കിലും വീണ് കിടക്കുന്ന ആൾ അതൊന്നും സമ്മതിച്ചു കൊടുക്കുന്നില്ല. പോലീസിനെ വിളിക്കുന്നതിനോ ആംബുലൻസിനെ വിളിക്കുന്നതിനോ ഒന്നും അയാൾ സമ്മതിക്കുന്നില്ല. എനിക്ക് കുറച്ച് തുക നഷ്ടപരിഹാരമായി തന്നാൽ ഞാൻ പ്രശ്നമുണ്ടാക്കാതെ പോയിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അയാൾ ആവശ്യപ്പെടുന്ന പോലെ ചെയ്യാതെ അവൾ റോഡ് ബ്ലോക്ക് ആക്കുകയാണെന്ന് പറഞ്ഞ് ചുറ്റും കൂടി നിൽക്കുന്നവർ അവളെ കുറ്റപ്പെടുത്തുന്നു. ഈ സമയത്താണ് പ്രൊഫസർ യു അതുവഴി വന്നത്. ആൾക്കൂട്ടം കണ്ട് അവൻ ശ്രദ്ധിക്കുന്നു. കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടി ആരോ കബളിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്ന് ആളുകളുടെ സംസാരത്തിൽ നിന്ന് അവനെ മനസ്സിലാകുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് അവൻ ഷിയെ കണ്ടത്. സൈക്കിൾ ഒതുക്കി വെച്ചിട്ട് അവൻ ഇറങ്ങി അങ്ങോട്ടേക്ക് നടക്കുന്നു. അപ്പോഴേക്കും അവിടെ കൂടുന്നവരെല്ലാം കൂടി അവളെ വല്ലാതെ കുറ്റപ്പെടുത്താൻ തുടങ്ങിയിരുന്നു. അയാൾ ചോദിച്ച 5000 രൂപ നൽകി പ്രശ്നം ഒഴിവാക്കുന്നതല്ല നല്ലത്, അല്ലെങ്കിൽ 1000 രൂപയെങ്കിലും കൊടുത്ത് ഒതുക്കാൻ നോക്ക് എന്നൊക്കെ അവർ പറയുന്നുണ്ട്. 2000 രൂപയെങ്കിലും കിട്ടാതെ ഞാൻ ഒത്തുതീർപ്പിന് തയ്യാറില്ല വീണ് കിടക്കുന്ന ആളും പറയുന്നു. ഷിയെ പക്ഷേ അപ്പോഴും എതിർത്ത് നിൽക്കുകയാണ്. 1000 രൂപയുടെ കാര്യമല്ല, എങ്ങനെയെങ്കിലും പറഞ്ഞു വിടാനൊക്കെ ആളുകൾ പറഞ്ഞപ്പോൾ ഞാൻ തെറ്റ് ചെയ്തിരുന്നെങ്കിൽ 5000 അല്ല 50,000 കൊടുക്കാനും ഞാൻ തയ്യാറാണ്. പക്ഷേ ഇക്കാര്യത്തിൽ എൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു തെറ്റ് സംഭവിച്ചിട്ടില്ല. എൻ്റെ വീട്ടുകാർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ക്യാഷ് അങ്ങനെ വെറുതെ കളയാൻ ഞാൻ തയ്യാറില്ല എന്നവൾ തീർത്ത് പറയുന്നു. അവളുടെ മറുപടി യുവിന് ശരിക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. കാര്യങ്ങൾ അത്രയൊക്കെ ആയപ്പോൾ അവൻ ഇടപെടുന്നു. അവൻ കൂടി സ്ട്രോങ് ആയതോടെ അതുവരെ കാലൊടിഞ്ഞു എന്ന് പറഞ്ഞ് വീണ് കിടന്നിരുന്ന ആൾ എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. അതോടെ അവിടെ കൂടുന്നവരും പിരിഞ്ഞു പോകുന്നു. അവൻ തനിക്ക് വേണ്ടി സംസാരിച്ച് സപ്പോർട്ട് ചെയ്തതിൽ അവൾക്ക് ശരിക്കും സന്തോഷമാകുന്നുണ്ട്. അതിന് പ്രത്യുപകാരമായി അവൾ അവനെ ട്രീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞെങ്കിലും അവൻ രസിക്കുന്നു. മറ്റൊരു ദിവസം തൻ്റെ വകയായി ഫുഡ് വാങ്ങിത്തരാമെന്ന് അവൾ പറയുന്നുണ്ട്. അവൻ പോയി കഴിഞ്ഞപ്പോഴാണ് ഷെൻ അവിടെ എത്തിയത്. അങ്കിളിന് പകരം അവനെ കണ്ട് അവൾ കുറച്ച് നിരാശയാകുന്നു. രാത്രി ഷിയാൻ വീട്ടിലെത്തിയ ഉടൻ അവൾ അതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. എന്താണ് നേരിട്ട് ചെല്ലാതിരുന്നതെന്നൊന്നും അവൻ വ്യക്തമാക്കുന്നില്ല. അവൾ എന്തിനാണ് യൂണിവേഴ്സിറ്റിയിൽ പോയത് എന്ന് അന്വേഷിക്കുന്നുമുണ്ട്. ഒരു ഫ്രണ്ടിനെ കാണാനാണെന്ന് പറഞ്ഞ് അവൾ ഒഴിഞ്ഞു മാറുന്നു. പ്രശ്നം മറ്റാരുടെ സഹായത്തോടെ അവൾ സോൾവ് ചെയ്തെന്ന് അറിഞ്ഞപ്പോൾ സഹായിച്ചാളിനെ ട്രീറ്റ് ചെയ്യണമെന്ന് അവനും പറയുന്നു. സംസാരിക്കുന്നിടയിൽ അവൻ്റെ ഡ്രസ്സിൽ നിന്ന് ഹോട്ട് പോട്ടിൻ്റെ മണമടിച്ചപ്പോൾ അങ്കിൾ ഹോട്ട് പോട്ട് കഴിക്കാൻ പോയോ എന്ന് അവൾ അത്ഭുതത്തോടെ ചോദിക്കുന്നു. അവനത് ഇഷ്ടമല്ല എന്ന് അവൾക്ക് നന്നായി അറിയാം. പക്ഷെ അവൻ മറുപടി നൽകാതെ ഒഴിഞ്ഞു പോയതേ ഉള്ളൂ. എൻ്റെ അമ്മയല്ലാതെ അങ്കിളിന് ഹോട്ട് പോട്ട് കഴിപ്പിക്കാൻ മാത്രം മിടുക്കുള്ള ആരാണുള്ളത്? ആൾ എൻ്റെ ഭാവി ആൻറ്റിയാണോ എന്നൊക്കെ ചോദിച്ച് അവൾ പുറകെ കൂടുന്നുണ്ട്. സാധാരണ അവൾ ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ വഴക്ക് പറയാനുള്ള അവൻ ഇത്തവണ അവളുടെ തലയിൽ വാത്സല്യത്തോടെ തലോടിയിട്ട് കുളിക്കാനെന്ന് പറഞ്ഞ് അകത്തേക്ക് പോകുന്നു. തൻ്റെ ഊഹം ശരിയാണ്, എന്തൊക്കെ ചീഞ്ഞു നടന്നുണ്ട് എന്നവൾ സംശയിക്കുന്നു. ഷീ വീട്ടിലെത്തി ഫ്രഷായി കഴിഞ്ഞപ്പോഴാണ് ക്ലബിലേക്ക് വരുന്നതെന്ന് ചോദിച്ച് റുവോ അവളെ വിളിച്ചത്. പക്ഷേ ഷിയാനൊപ്പം പുറത്തുപോയി തിരികെ വന്നതേ ഉള്ളൂ, അതുകൊണ്ട് വരുന്നില്ല എന്ന് പറഞ്ഞ് അവൾ ഒഴിഞ്ഞു മാറുന്നു. റുവോ ഫോണിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഗുവാൻജി അവളുടെ പുറകിലെത്തുന്നു. കുറേ ദിവസങ്ങളായി അവൾ അവനെ അവോയ്ഡ് ചെയ്ത് നടക്കുകയായിരുന്നല്ലോ. തിരിഞ്ഞു നോക്കിയപ്പോൾ പെട്ടെന്ന് അവനെ മുന്നിൽ കണ്ട് അവൾ ആകെ പെട്ട അവസ്ഥയിലാകുന്നു.
എൻ്റെ മെസ്സേജുകൾക്ക് ഒന്നും നീ റിപ്ലൈ നൽകാതിരിക്കുന്നത് എന്താണ് എന്നവൻ ചോദിച്ചപ്പോൾ ഞാൻ കാണാതെ പോയതാകണം എന്നവൾ പറയുന്നു. എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്നവൻ പറഞ്ഞതാണ്. പക്ഷെ അപ്പോഴേക്കും അവളുടെ ഫ്രണ്ട് അവിടെ എത്തി അവളെ വിളിച്ചുകൊണ്ട് പോകാൻ തുടങ്ങുന്നു. അവൻ ബലമായി പിടിച്ചു നിർത്തി എനിക്ക് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞെങ്കിലും അപ്പോഴേക്കും അവൻ്റെ ഫ്രണ്ട്സായ 2 ഗേൾസ് അവനെ അന്വേഷിച്ചെത്തുന്നു. അവൻ്റെ ചുറ്റും എപ്പോഴും ഗേൾസ് ഉള്ളതാണല്ലോ റുവയുടെ ശരിക്കുള്ള പ്രശ്നം. അതുകൊണ്ട് അവരെ കണ്ടപ്പോൾ റുവ പുച്ഛത്തോടെ ചിരിച്ചിട്ട് തൻ്റെ ഫ്രണ്ടിനൊപ്പം പോകാൻ തുടങ്ങുന്നു. ഗുവാൻജി അവൾക്ക് പുറകെ പോകാനുള്ള ചാൻസ് നൽകാതെ പെൺകുട്ടികൾ അവനെ ബലമായി പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്നു. അന്നത്തെ സംഭവത്തിൽ യു തന്നെ സഹായിച്ചതിൻ്റെ സന്തോഷത്തിലാണ് ഷിയെ. അതിന് പകരമായി അവനെ ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ മോശമാണെന്ന് ചിന്തിച്ച് അവൾ ഡിന്നർ വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുന്നു. സാധാരണ അവൾ എന്തെങ്കിലും ആവശ്യപ്പെടുമ്പോൾ അവൻ ഒഴിഞ്ഞു മാറുകയാണ് പതിവെങ്കിലും ഇത്തവണ അവൻ ചെല്ലാമെന്ന് സമ്മതിക്കുന്നു. സന്തോഷം കൊണ്ട് അവൾ തുള്ളിച്ചാടുന്നുണ്ട്. ഡിന്നറിന് എവിടെയാണ് പോകേണ്ടതെന്ന് അവൻ തന്നെ സെലക്ട് ചെയ്തോളാം എന്നും പറയുന്നു. അവൻ തനിക്കൊപ്പം വരാമെന്ന് സമ്മതിച്ചതിൻ്റെ സന്തോഷത്തിൽ അവൾ മര്യാദയ്ക്ക് ഉറങ്ങിയത് പോലുമില്ല. അതുകൊണ്ട് അടുത്ത ദിവസം നേരത്തെ തന്നെ ഓഫീസിലെത്തുന്നു. സാധാരണ ഷിയാണ് ഓഫീസിൽ ആദ്യം എത്താറ്. അന്ന് അവൾ എത്തിയപ്പോൾ പതിവില്ലാതെ ഷിയ അവിടെ ഇരിക്കുന്നത് കണ്ട് എന്താണ് സംഭവം എന്ന് അന്വേഷിക്കുന്നുണ്ട്. ഓരോ വിശേഷങ്ങൾ പറഞ്ഞ കൂട്ടത്തിലാണ് തലേന്ന് രാത്രി അയാൾ തട്ടിപ്പ് നടത്താൻ ശ്രമിച്ചതിനെ കുറിച്ചൊക്കെ ഷിയ പറഞ്ഞത്. അങ്കിളിനെ സഹായത്തിന് വിളിച്ചെങ്കിലും അങ്കിൾ അതോ പെണ്ണിനൊപ്പമായിരുന്നു എന്ന് തോന്നുന്നു. അതുകൊണ്ട് തൻ്റെ അടുത്തേക്ക് വന്നില്ല എന്നൊക്കെ അവൾ പരാതി പറഞ്ഞപ്പോൾ അവൻ്റെ കൂടെ ഉണ്ടായിരുന്നൊരു വില്ലത്തി ആയിരിക്കണമല്ലോ. വിവാഹത്തിന് മുമ്പ് തന്നെ ഇങ്ങനെയാണെങ്കിൽ വിവാഹം കഴിയുമ്പോൾ എന്തായിരിക്കുമെന്നൊക്കെ ഷുയി ഭാവി ആൻറ്റിയെ കുറ്റം പറയുന്നുണ്ട്. സ്വന്തമായി തന്നെയാണ് കുറ്റം പറയുന്നതെന്ന് അവൾ അറിയുന്നില്ല. പ്രശ്നം പരിഹരിച്ച വിധവും ക്രഷുള്ള ആൾ സഹായത്തിനെത്തിയ വിവരമൊക്കെ ഷിയെ പറയുന്നുണ്ടെങ്കിലും അവൾ ഇഷ്ടപ്പെടുന്ന ആൾ യു ആണെന്ന് ഷിയെ അറിയുന്നില്ല. അന്ന് തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഓഫീസിലേക്ക് വന്നത് ഫോണിലൂടെ അമ്മയോട് സംസാരിച്ചുകൊണ്ടാണ്. അവളുടെ ബോയ് ഫ്രണ്ട് ചീറ്റ് ചെയ്യുകയായിരുന്നു തിരിച്ചറിഞ്ഞപ്പോൾ അവൾ അയാളുമായി ബ്രേക്കപ്പായി. അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങൾ പോലും ആയിട്ടില്ല. ഇപ്പോൾ വിവരം പറഞ്ഞ അമ്മ അവൾക്ക് പുതിയ ബ്ലൈൻഡ് ഡേറ്റ് അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. പക്ഷേ ഉടനെ മറ്റൊരു റിലേഷൻ അവൾക്ക് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ അവൾ പോകില്ല എന്ന് പറഞ്ഞ് എതിർക്കുകയാണ്. ഇവരുടെ സംസാരം ഷുയി കേൾക്കാനിടയാകുന്നതിനാൽ ഫോൺ വെച്ച് കഴിഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് ചോദിക്കുന്നു. കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ തൻ്റെ അമ്മ ഫോഴ്സ് ചെയ്ത് ബ്ലൈൻഡ് ഡേറ്റിന് വിട്ടതിനെക്കുറിച്ച് ഷുയിയും പറയുന്നു. ഈ സമയത്ത് അവിടേക്ക് വന്ന ഷിയ അതിനെക്കുറിച്ച് ചോദിച്ച് ബ്ലൈൻഡ് ഡേറ്റ് ആരായിരുന്നു എന്നൊക്കെ ചോദിച്ച് വിശേഷം തിരക്കുന്നുണ്ട്. ഷുയിക്ക് അവളുടെ എക്സിൻ്റെ ഇപ്പോഴത്തെ ലവറുടെ അങ്കിളിനോടൊരു ക്രഷുള്ളവരെ ഷിയയ്ക്കും അറിയാം. ഈ ബ്ലൈൻഡ് ഡേറ്റ് ആണോ അതോ അങ്കിളാണോ ബെറ്റർ എന്ന് അവൾ ചോദിക്കുന്നുണ്ട്. സൗന്ദര്യത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും പ്രൊഫഷൻ്റെ കാര്യത്തിലാണെങ്കിലും രണ്ടുപേരും ഏകദേശം ഒരേപോലെയാണ്. എന്നാലും എനിക്ക് അങ്കിളിനോടാണ് താല്പര്യം എന്നൊക്കെ ഷുയി പറയുന്നു. അപ്പോഴും തൻ്റെ അങ്കിളും താൻ ഇഷ്ടപ്പെടുന്ന യുവുമാണ് അവൾ പറയുന്ന ആളെന്ന് ഷിയെ അറിയുന്നില്ല. എന്തായാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ എടുത്തുചാടി ഒരു തീരുമാനം എടുക്കുന്നത് നല്ലതല്ല. ചിലപ്പോൾ അങ്കിളിനേക്കാൾ അവൾക്ക് ചേരുന്ന മറ്റേയാളായിരിക്കണം. നന്നായി ആലോചിച്ച് വേണം തീരുമാനിക്കാന്നൊക്കെ അവളെ ഉപദേശിച്ചിട്ടാണ് ഷിയ എഴുന്നേറ്റ് പോയത്. ബിസിനസ് ട്രിപ്പിന് പോയപ്പോൾ മനസ്സിലായ കാര്യങ്ങൾ ഷിയാൻ അടുത്ത മീറ്റിംഗിൽ അവതരിപ്പിക്കുന്നു. തൻ്റെ വിലയിരുത്തലിൽ ഷെങ്ലാൻ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുന്നത് തന്നെയാണ് നല്ലതെന്ന് അവൻ തീർത്ത് പറയുന്നു. പക്ഷേ മുമ്പ് എതിർത്തിരുന്ന അങ്കിൾമാർ ഇപ്പോഴും അവൻ എതിർക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു ഫൈനൽ തീരുമാനം അവർക്ക് ഇപ്പോഴും എടുക്കാൻ കഴിയുന്നില്ല. അതേപോലെയുള്ള മറ്റു കമ്പനികൾ യു സജസ്റ്റ് ചെയ്തെങ്കിലും അവർ അത് അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല. ഇവരുടെ എതിർപ്പ് ഇങ്ങനെ തുടർന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ അവർ 3 പേരും കൂടി ആലോചിക്കുന്നുണ്ട്. ഈ അങ്കിൾമാർ ഷിയാന്റെ അച്ഛൻ വഴി ഫോഴ്സ് ചെയ്ത് അവനെ സമ്മതിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് അച്ഛൻ അങ്കിൾ ഗുവുമായി സംസാരിക്കുന്നു. അച്ഛന് ഷിയാന്റെ തീരുമാനം ശരിയായിരിക്കുമെന്ന് ഇപ്പോഴും സംശയമുണ്ടെങ്കിലും അങ്കിളിന് അവനെ പൂർണ്ണ വിശ്വാസമാണ്. അവൻ ശരിയായ വഴിയിലൂടെ തന്നെ പോവുകയുള്ളൂ എന്ന് അദ്ദേഹം ഉറപ്പിച്ച് പറയുന്നു. അതുമാത്രമല്ല അദ്ദേഹത്തിന്റെ സംശയം നിൽക്കാനായി ഷീ ബിസിനസ് ട്രിപ്പിന് പോയി മനസ്സിലാക്കിയ ആ കമ്പനിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പബ്ലിഷ് ചെയ്തിരിക്കുന്ന അവരുടെ മാഗസിന്റെ ഇപ്പോഴത്തെ എഡിഷൻ അങ്കിൾ അച്ഛന് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. അവരുടെ റിപ്പോർട്ട് ഷിയാന്റെ തീരുമാനം ശരിയാണെന്ന് ചൂണ്ടിക്കാണിക്കുന്ന വിധത്തിലുള്ളതായിരുന്നു. അടുത്ത ദിവസം രാവിലെ മാഗസിൻ കണ്ട ഉടൻ തന്നെ യു അതുമായി ഷിയാന്റെ ഓഫീസിലെത്തിയിരുന്നു. ഷിയാൻ എത്തിയപ്പോൾ തന്നെ അവൻ അതിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ വായിച്ച് കേൾപ്പിക്കുന്നു. ഇതിനുവേണ്ടിയാണോ നീ ഇത്ര രാവിലെ ഓഫീസിലേക്ക് വന്നതെന്ന് ഷിയാൻ ചോദിക്കുന്നുണ്ട്. അവിടേക്ക് വരുന്നതിന് മുമ്പ് തന്നെ അവനത് വായിച്ചു കഴിഞ്ഞിരുന്നു. റിപ്പോർട്ട് വായിച്ച ശേഷം യു ഷുയെ പുകഴ്ത്തി പറയുന്നത് കേട്ട് അസൂയ സഹിക്കാൻ കഴിയാതെ തങ്ങൾ ഒരുമിച്ചാണ് ബിസിനസ് ട്രിപ്പിന് പോയത്. ആ സമയത്ത് ഞങ്ങൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നു എന്നവൻ പറയുന്നുണ്ട്. അവൻ്റെ അസൂയയുടെ അസുഖം മനസ്സിലായ യു നമുക്ക് 3 പേർക്കും കൂടി എപ്പോഴെങ്കിലും ഒരുമിച്ച് ഒരു മീൽ കഴിക്കാം, അപ്പോൾ അതിനെക്കുറിച്ച് ഒരുമിച്ച് ചർച്ച ചെയ്യാമെന്ന് ചിരിയോടെ പറഞ്ഞുകൊണ്ടാണ് പോയത്. ഷിയാൻ അപ്പോൾ തന്നെ ഷുയിക്ക് എന്താ മെസ്സേജ് അയക്കാനായി ഫോൺ എടുക്കുന്നുണ്ടെങ്കിലും അപ്പോഴേക്കും മീറ്റിങ്ങുള്ള ടൈമായി എന്ന് ഷിൻ അറിയിക്കുന്നു. അന്നത്തെ മീറ്റിംഗിൽ അവളുടെ റിപ്പോർട്ടിനെ കുറിച്ചും അവർ ചർച്ച ചെയ്യുന്നു. അവൻ പറഞ്ഞ കാര്യങ്ങൾ ശരിവെക്കുന്ന രീതിയിലാണല്ലോ അവളുടെ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. അവർ തമ്മിൽ പരിചയമുള്ളതുകൊണ്ട് അവൻ ക്യാഷ് കൊടുത്ത് അവളെ കൊണ്ട് അങ്ങനെ ഒരു റിപ്പോർട്ട് എഴുതിപ്പിച്ചതാണോ എന്ന് അങ്കിൾ സംശയം ചോദിക്കുന്നു. കുറേയൊക്കെ എതിർപ്പുകൾ പറയുന്നുണ്ടെങ്കിലും അവൻ പറയുന്നതിൽ ശരിയുണ്ട് എന്ന് അവർക്കും അപ്പോൾ മനസ്സിലാകുന്നു. അതിനാൽ പൂർണ്ണമായി ഈ ബിസിനസ് വിടാതെ ഈ കമ്പനിക്ക് പകരം അതേപോലെയുള്ള മറ്റേതെങ്കിലും കമ്പനി ചൂസ് ചെയ്യാം എന്ന് അവരും അവസാനം സമ്മതിക്കുന്നു. അതിനെക്കുറിച്ച് എന്തൊക്കെ വിവരങ്ങൾ കളക്ട് ചെയ്യാനായി അവൻ അടുത്ത ദിവസം തന്നെ വിദേശത്തേക്ക് പോകുന്നതിനെക്കുറിച്ചും അവിടെ വെച്ച് പറയുന്നു. റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തതിന് ശേഷം ഒരുപാട് പോസിറ്റീവ് റിവ്യൂസ് വരുന്നുണ്ട്. ചീഫ് എഡിറ്റർ നേരിട്ട് വിളിച്ച് അവളെ അഭിനന്ദനം അറിയിച്ചിരിക്കുകയാണ് എന്നൊക്കെ ചീഫ് അവളെ അറിയിക്കുന്നു. ഷിയാന്റെ കമ്പനിയെക്കുറിച്ചുള്ള സ്പെഷ്യൽ ഫീച്ചർ എന്നത്തേക്കാണ് പുറത്തു വരുന്നതെന്നും ചീഫ് അന്വേഷിച്ചിരുന്നു. ഫീച്ചർ ഡിജിറ്റൽ മാഗസിനിൽ പബ്ലിഷ് ചെയ്യാൻ അദ്ദേഹം പെർമിഷൻ നൽകിയിരിക്കുകയാണ്. ഡിജിറ്റൽ മാഗസിൻ മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടതെന്നൊക്കെ അതിനെ ബേസ് ചെയ്തായിരിക്കും തീരുമാനിക്കാൻ പോകുന്നതെന്നും ചീഫ് അവളെ അറിയിക്കുന്നു. അതിന്റെ സന്തോഷത്തിൽ പുറത്തിറങ്ങി ഉടൻ തന്നെ വിവരം പറഞ്ഞവൾ ഷിയാന് മെസ്സേജ് അയക്കുന്നു. ന്യൂ ഇയർ ഈ വീക്കെൻഡിലാണ്. അന്ന് വൈകിട്ട് സിംഗിൾസിന് വേണ്ടി ഒരു പാർട്ടി അറേഞ്ച് ചെയ്യുന്നുണ്ട്. അതിന് വരുന്നോ എന്ന് ഞാൻ ഷിയോടും ചോദിക്കുന്നു. ന്യൂ ഇയർ ദിവസം വൈകിട്ട് വീട്ടിലെ മുതിർന്നവർക്കൊപ്പമാണ്, അതുകൊണ്ട് വരാൻ പറ്റില്ല എന്ന് ഷിയെ അപ്പോൾ തന്നെ പറയുന്നു. ഷീ പിന്നെ ജോലി തിരക്കുകൾക്കിടയിലായതിനാൽ ന്യൂ ഇയർ ആണ് എന്ന് പോലും അറിയുന്ന അപ്പോഴാണ്. അതുകൊണ്ട് അവൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചിരുന്നില്ല. എന്തായാലും അന്ന് വൈകിട്ട് ഒറ്റയ്ക്കായി പോകരുത്, എന്തെങ്കിലും പ്ലാൻ ചെയ്തോണം എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ന്യൂ ഇയർ ദിവസം വൈകിട്ട് നമുക്ക് നക്ഷത്രങ്ങൾ കാണാൻ പോയല്ലോ എന്ന് ചോദിച്ചാൽ അവൾ അപ്പോൾ തന്നെ ഷിയാന് മെസ്സേജ് അയക്കുന്നു. അന്ന് അവിടെ ഉണ്ടാകില്ല, നാളെ ഒരു ബിസിനസ് ട്രിപ്പിന് പോവുകയാണ്, ഒരാഴ്ച കഴിഞ്ഞ് തിരികെ വരികയുള്ളൂ എന്നവൻ റിപ്ലൈ നൽകുന്നു. ഷുയാകെ മൂഡ് ഓഫ് ആകുന്നുണ്ടെങ്കിലും ഞാൻ വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാൻ അവൻ മെസ്സേജ് ഇട്ടപ്പോൾ അവൾക്ക് സന്തോഷമാകുന്നു. അവൾ ഓക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോഴാണ് എന്തെങ്കിലും പ്ലാൻ ചെയ്തതെന്ന് ഷിയെ ചോദിച്ചത്.
ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഫാമിലി ഗെറ്റ് ടുഗദർ രാത്രിയാണ്, വൈകുന്നേരം ഞാൻ ഷോപ്പിങ്ങിന് വരാമെന്ന് ഷിയ പറയുന്നു. അത് കഴിഞ്ഞ് ഫാമിലി ഗെറ്റ് ടുഗദറിനും അവൾ ക്ഷണിക്കുന്നുണ്ടെങ്കിലും ഷിയ അത് ഒഴിവാക്കി ഷോപ്പിങ്ങിന് പോകാമെന്ന് മാത്രമാണ് സമ്മതിച്ചത്. ഷിയാൻ അടുത്ത ദിവസം ബിസിനസ് ട്രിപ്പിന് പോകുന്നു. രാവിലെ ഉണർന്ന ഉടൻ തന്നെ അവൻ പോയോ എന്നറിയാനായി അവൾ മെസ്സേജ് അയക്കുന്നുണ്ട്. ന്യൂ ഇയർ ദിവസം രാത്രി ഒരുമിച്ച് നക്ഷത്രങ്ങൾ കാണാൻ കഴിയാത്തതിന്റെ വിഷമം അപ്പോഴും അവൾ സൂചിപ്പിക്കുന്നു. രണ്ട് സ്ഥലത്തിരുന്ന് നക്ഷത്രങ്ങൾ കണ്ടുകൊണ്ട് വിഷമം തീർക്കാമെന്നും അവനെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ടെന്നും ഒക്കെ അവൾ പറയുന്നുണ്ട്. ന്യൂ ഇയർ ദിവസം അവളും ഷിയയും റുവോയും കൂടിയാണ് ഷോപ്പിങ്ങിന് പോയത്. ചുറ്റും ഒരുപാട് ആമ്പിളർ കറങ്ങിടക്കുന്ന റുവോ പോലും അന്ന് കമ്പനിക്ക് ആരുമില്ല തങ്ങൾക്കൊപ്പം വന്നതിൽ ഷിയ അത്ഭുതപ്പെടുന്നു. ഒരാൾക്കൊപ്പം സമയം ചെലവഴിച്ചാൽ കൊള്ളാമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ അത് നടന്നില്ല എന്ന് ഷിയ സങ്കടം പറഞ്ഞപ്പോൾ അവൾ ഇഷ്ടപ്പെടുന്ന ആളിനെ അവൾക്ക് കിട്ടാനെ കുറച്ച് ടിപ്സ് പറഞ്ഞു കൊടുക്കാമെന്ന് റുവോ പറയുന്നു. ഷിയ സന്തോഷത്തോടെ അവളുടെ അടുത്ത് കൂടുന്നുണ്ട്. ഷിയാൻ വിദേശത്തേക്കാണല്ലോ പോയിരിക്കുന്നത്. ടൈം ഡിഫറൻസ് കാരണം അവിടെ ഇപ്പോൾ രാത്രിയാണ്. അവിടെ നക്ഷത്രങ്ങളെ കണ്ടപ്പോൾ ഒരുമിച്ച് കാണാൻ കഴിയാത്തതിന്റെ വിഷമം തീർക്കാൻ അതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് അവൻ അവൾക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. അത് കണ്ടപ്പോൾ ഷീ ഹാപ്പിയാകുന്നു. അന്ന് രാത്രി ഒരുമിച്ച് കൂടി ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് ചോദിച്ച് ഗുവാഞ്ചി അപ്പോൾ റുവോയ്ക്ക് മെസ്സേജ് ചെയ്യുന്നു. അവൾ അത് കണ്ടെങ്കിലും റിപ്ലൈ നൽകാതെ മുന്നോട്ട് പോകുന്നു. മറുപടിയൊന്നും ഇല്ലാത്തതിനാൽ അവനാകെ നിരാശനാകുന്നുണ്ട്. അവർ ഷോപ്പിംഗ് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴാണ് ഇനിയും എന്തോ വാങ്ങാനുണ്ട് എന്ന് പറഞ്ഞ് അവരോട് പോയിക്കോളാൻ പറഞ്ഞിട്ട് ഷിയെ വീണ്ടും അകത്തേക്ക് പോയത്. അവൾ എന്തൊക്കെയോ വാങ്ങിക്കൊണ്ട് തിരികെ ഇറങ്ങാൻ തുടങ്ങുമ്പോൾ യു അവൾക്കെതിരെ വരുന്നു. അവൾ ഓടി അടുത്തേക്ക് ചെന്ന് സംസാരിക്കുന്നു. അവൻ്റെ കസിൻ്റെ വിവാഹമാണ്, ഒരു വെഡിങ് ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടി വന്നിരിക്കുകയാണെന്ന് അറിഞ്ഞപ്പോൾ അവൾ കൂടി ഹെൽപ്പ് ചെയ്യാമെന്ന് പറയുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എക്സ്പീരിയൻസ് കുറവായതുകൊണ്ട് അവൻ അത് സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും കൂടിയാണ് മുന്നോട്ട് പോയത്. അവളുടെ കയ്യിലുണ്ടായ സാധനങ്ങളൊക്കെ അവൻ വാങ്ങി പിടിച്ചപ്പോൾ ഒരു സാധനം കൂടി കൊണ്ടുപോകാൻ ഹെൽപ്പ് ചെയ്യുമോ എന്ന് ചോദിച്ച് അവൾ കൈ നീട്ടുന്നു. കയ്യിൽ പിടിക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലായപ്പോൾ അവൻ ചമ്മലോടെ ഒഴിഞ്ഞു മാറിപ്പോകുന്നു. അവൾ നല്ലൊരു പെർഫ്യൂം അവന് ചൂസ് ചെയ്ത് കൊടുക്കുന്നു. അവർ കപ്പിൾസ് ആണെന്ന് തെറ്റിദ്ധരിച്ച ബില്ലിങ്ങിൽ ഉണ്ടായിരുന്ന പെൺകുട്ടി അവിടെ കപ്പിൾസിന് വേണ്ടിയുള്ള ഒരു ഓഫറിനെ കുറിച്ച് അവരോട് പറയുന്നു. അവനത് വേണ്ടെന്ന് പറഞ്ഞെങ്കിലും ഷിയെ വേണമെന്ന് ആഗ്രഹം പറയുന്നുണ്ട്. അങ്ങനെ അവളുടെ നിർബന്ധപ്രകാരം അവനത് വാങ്ങുന്നു. കപ്പിൾ മഗ്ഗായിരുന്നു അത്. പുറത്തെത്തിയപ്പോൾ അതിൽ നിന്നൊരെണ്ണം അവൾ അവന് നീട്ടിയെങ്കിലും തന്നെ ഹെൽപ്പ് ചെയ്തതിന് പകരമായി രണ്ടും അവൾ തന്നെ വെച്ചോളാൻ അവൻ പറയുന്നു. അവൾ കുറച്ച് നിരാശയാകുന്നുണ്ടെങ്കിലും അവസരം മുതലെടുത്ത് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം എന്നവൾ പറയുന്നു. പക്ഷേ ഇനിയും അവിടെ നിന്നാൽ നാട്ടിലേക്കുള്ള ട്രെയിൻ മിസ്സാക്കുമെന്ന് പറഞ്ഞ് അവൻ ഒഴിഞ്ഞു മാറിപ്പോകുന്നു. റുവോയ്ക്കൊപ്പം വീട്ടിൽ ന്യൂ ഇയർ ആഘോഷിക്കാമെന്ന് കരുതി അതിനുവേണ്ട സാധനങ്ങളൊക്കെ വാങ്ങി ഷീ വീട്ടിലേക്ക് വരികയായിരുന്നു. പക്ഷേ വീടിനടുത്തെത്തിയപ്പോൾ ഷിയാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് റുവോ കാണുന്നു. വിദേശത്തേക്ക് പോയിരുന്ന അവനെ തീരെ പ്രതീക്ഷിക്കാതെ ആ സമയത്ത് അവിടെ കണ്ടത് ഷീയ്ക്ക് ശരിക്കും സർപ്രൈസ് ആകുന്നു. റുവോയെ ഒഴിവാക്കേണ്ടി വരും എന്നോർത്ത് അവൾ വിഷമിക്കുന്നുണ്ടെങ്കിലും സാഹചര്യം മനസ്സിലാക്കി റുവോ തനിയെ ഒഴിഞ്ഞു മാറിപ്പോകുന്നു. ഷീ അടുത്തേക്ക് ചെന്നപ്പോൾ ഷിയാൻ വേഗം ചെന്ന് അവളുടെ കയ്യിലുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ വാങ്ങി പിടിക്കുന്നു. നീ അടുത്ത ആഴ്ച വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എങ്ങനെ എത്തി എന്നവൾ ചോദിക്കുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഡ്രാമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളിലൂടെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.